സ്നേഹമുള്ളവരെ, പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ക്രിസ്മസ് രാവ് കൂടി ഇതാ വരവാകാൻ പോവുകയാണല്ലോ. സ്നേഹവും താഴ്മയും സന്ദേശമായി നൽകിയ നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള രാത്രിയിൽ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ലോകരക്ഷകനായ ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കാൻ തയ്യാറാവുന്ന നിമിഷങ്ങൾ. 25 നോമ്പനുഷ്ഠാനങ്ങളിലൂടെ ക്രിസ്മസിനെ വരവേൽക്കാൻ നാം ഒരുങ്ങുമ്പോൾ എങ്ങനെ ഈശോയുടെ ജനനത്തെ വരവേൽക്കാമെന്ന സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈശോയെ തട്ടെറിഞ്ഞ മേരി ചേച്ചിയുടെ കഥ ഇങ്ങനെയാണ്. പ്രഭാതത്തിലെ കുർബാന കഴിഞ്ഞ് തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് ദേവാലയത്തിൽ നിന്ന് തൻ്റെ തട്ടുകടയിലേക്ക് ഓടുമ്പോൾ മേരി ചേച്ചി പറഞ്ഞു, കർത്താവേ, നീ ഇന്ന് സക്രാരിയിൽ മാത്രം ഇരിക്കരുത് കേട്ടോ, എൻ്റെ കൂടെ പോരണം. നീ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ അധ്വാനം മുഴുവൻ ഈശോയുടെ ബലത്തിലാണ്. ഞാൻ ബലഹീനയായിരിക്കുമ്പോൾ കർത്താവ് എന്നെ ബലപ്പെടുത്തും. പ്രിയമുള്ളവരെ, ക്രിസ്തുമസ് നമ്മോട് കൂടെ വസിക്കാൻ ഇറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 ഇപ്രകാരം പറയുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേരിടണം. മനുഷ്യനോടൊപ്പം വസിക്കാൻ ദൈവം സ്വർഗം വിട്ട് ഇമ്മാനുവേൽ എന്ന നാമം സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് ക്രിസ്തുമസ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലേക്കുള്ള ഈ യാത്രാദിനങ്ങളിൽ മനുഷ്യരുടെ കൂടെ വസിക്കാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന ഉണ്ണിയേശുവിനെ നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. അതോടൊപ്പം ഉണ്ണിയേശുവെ പിറന്നപ്പോൾ യേശുവിനെ കാണുവാൻ പൊന്നും മീറയും കുന്തിരിക്കവുമായി പോയ 3 രാജാക്കന്മാർക്ക് വഴികാട്ടിയത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്തുമസ് ഒരുക്ക ദിനങ്ങളിൽ മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയാകുന്ന നക്ഷത്രമായി മാറുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഉണ്ണിയേശുവിന്റെ ജനനത്തിന് ശേഷം മാലാഖ വൃന്ദങ്ങൾ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോ നമുക്ക് തരുന്ന സന്ദേശം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഈ ഒരുക്ക ദിനങ്ങൾ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ദിനങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി ക്രിസ്മസ്.